السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين. أما بعد، أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا ومولانا محمد صلى الله عليه وسلم عبده ورسوله، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. സ്നേഹം നിറഞ്ഞ പഠിതാക്കളെ, ഉസ്വത്തുൻ ഹസന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അള്ളാഹു നമ്മുടെ ഈ സമയവും ഈ പഠനവും ഈ ഇരുത്തവും ഈ ചർച്ചയും ഇതെല്ലാം നാളേക്ക് ഉപകരിക്കുന്ന ഒരു വലിയ അമലായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്യരുത്. നമ്മുടെ ഈ ഉദ്യമത്തിന് വേണ്ടി സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും പ്രദാനം ചെയ്യട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും നല്ല സവിശേഷതയായിരുന്നു തൻ്റെ വാക്ക് കൊണ്ടോ തൻ്റെ പ്രവൃത്തി കൊണ്ടോ തൻ്റെ ഇടപെടൽ കൊണ്ടോ ഒരാളെയും പ്രയാസപ്പെടുത്താതിരിക്കുക, ബുദ്ധിമുട്ടാക്കാതിരിക്കുക എന്നത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത രൂപത്തിൽ ഏവർക്കും ഏത് സമയത്തും സ്നേഹവും സാന്ത്വനവും സമാശ്വാസവും മാത്രം ചൊരിഞ്ഞു കൊടുത്തവരായിരുന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത താളുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ സംഭവത്തിൽ നിന്നും, യുദ്ധത്തിൻ്റെ വേളയിൽ നിന്ന് പോലും നമുക്ക് അതിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കും. സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 വർഷത്തെ ഖാദിമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നുണ്ട്, ഖദിംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷക്കാലം ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിദ്മത്തിലേക്ക് കടന്നു വരുന്നത്? അതൊരു വലിയ ചരിത്രമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോന്നു. മദീനക്കാരായ സ്വഹാബികൾ, മദീനത്ത് നേരത്തെ എത്തിയ സ്വഹാബികൾ എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിന്നു. ദിവസങ്ങളോളം നബി തങ്ങളെ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വരുന്ന സമയത്ത് ത്വലഅൽ ബദ്ർ പാടി ദഫ് മുട്ടി. ആ ദഫിന്റെ അകമ്പടിയോടുകൂടെ, ത്വലഅൽ ബദ്റിന്റെ ഈരടികളോടുകൂടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് സ്വീകരിക്കുകയും ആനയിക്കുകയും തങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകളെല്ലാം, സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരമറിഞ്ഞ് മദീനയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല അമൂല്യമായ, മൂല്യവത്തായ ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ, ഹദിയകൾ കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. ആ സമയത്താണ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഇങ്ങനെ ആലോചിക്കുന്നത്, പടച്ചോനെ, എല്ലാവരും റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം, ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് കൊടുക്കാനൊന്നുമില്ല. എൻ്റെ അടുത്ത് കൊടുക്കാൻ ആകെയുള്ളത് എൻ്റെ കുഞ്ഞുമോൻ അനസ് മാത്രമാണ്. വേറെ ഒന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റിയ ഒന്നും എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുമോൻ അനസിനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ അനസിന്റെ കയ്യും പിടിച്ച് ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക്, ഹദറത്തിലേക്ക് പോവുകയാണ് ബഹുമാനപ്പെട്ട ഉമ്മ. അങ്ങനെ ഉമ്മ അനസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എത്തിയപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ,
അങ്ങ് മദീനയിൽ എത്തിയിട്ടുണ്ടെന്ന വിവരം അറിഞ്ഞപ്പോൾ സന്തോഷത്തോടെ അങ്ങയെ കാണാൻ വേണ്ടി എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും അങ്ങയെ കണ്ട് അങ്ങയ്ക്ക് നല്ല സമ്മാനങ്ങൾ, ഗിഫ്റ്റുകൾ നൽകുന്നുണ്ട്. അങ്ങയോട് ദുആ ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങയെ കാണാൻ വരണം, അങ്ങയ്ക്ക് എന്തെങ്കിലും മൂല്യമുള്ള സമ്മാനം തരണം എന്നൊക്കെ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് തരാൻ ഒന്നുമില്ല, എൻ്റെ അടുത്ത് അങ്ങേക്ക് സമർപ്പിക്കാൻ ഒന്നുമില്ല. എൻ്റെ അടുത്ത് ആകെയുള്ളത് എൻ്റെ ഈ കുഞ്ഞുമോൻ അനസ് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമോൻ അനസിനെ ഞാൻ അങ്ങയിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചെറിയ ഖാദിമായി അവൻ അങ്ങയുടെ കൂടെയുണ്ടാകും. അങ്ങേക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ ചെയ്തു തരും എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ആ ഉമ്മ പറയുകയാണ്. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാൻ ആ ഉമ്മ ഹബീബായ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ വലദിഹി, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ വലദിഹി. അല്ലാഹുവേ, ഈ അനസ് എന്ന കുഞ്ഞുമോന്റെ സമ്പത്തിലും സന്താനത്തിലും നീ ബറക്കത്ത് ചെയ്യണമേ. രണ്ട് കാര്യങ്ങൾക്കുള്ള ബറക്കത്തിനാണ് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹുവിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തത്. ഒന്ന് സമ്പത്തിലുള്ള ബറക്കത്ത്, മറ്റൊന്ന് സന്താനത്തിലുള്ള ബറക്കത്ത്. അങ്ങനെ അന്ന് മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ കൂടിയ ആളാണ് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഈ അനസ് റളിയല്ലാഹു അൻഹു കാലങ്ങൾ പിന്നിട്ടു ബഹുമാനപ്പെട്ടവര് വിവാഹം കഴിച്ചു, കുടുംബജീവിതം ആരംഭിച്ചു എന്ന് മാത്രമല്ല, ധാരാളം മക്കള് ബഹുമാനപ്പെട്ടവർക്കുണ്ടായി. ഹദീസുകളിലും റിപ്പോർട്ടുകളിലൊക്കെ നമുക്ക് കാണാം, 100-ലേറെ മക്കൾക്ക് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ജന്മം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് അതുപോലെ തന്നെ അവര് മക്കള് പേരക്കുട്ടികളുമൊക്കെയായിട്ട് 100-ലേറെ മക്കൾ ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം വഫാത്താകുന്നത് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഏറെക്കാലം ദീർഘായുസ് ലഭിച്ച മഹാനാണ് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ദീർഘായുസ് ലഭിക്കുകയും ധാരാളം മക്കള് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ കാരണം എന്താണ്? ഈ ബറക്കത്തി ദുആഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആഇന്റെ ബറക്കത്തായിരുന്നു അത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മദീനയിലെ ഈത്തപ്പഴ തോട്ടങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് കായ്ക്കാറുള്ളത്, വിളവെടുപ്പ് നടത്താറുള്ളത്, ഫലം ചെയ്യാറുള്ളത്. എന്നാൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഈത്തപ്പഴ തോട്ടങ്ങൾ വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കുകയും ഫലം ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്തേ കാരണം? ബി ബറക്കത്തി ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, അപ്പോ ഈ 2 കാര്യങ്ങളിലും, സന്താനങ്ങളിലും സമ്പത്തിലും പിൻകാലത്ത് സ്വഹാബത്തിൽ നിന്ന് ബാക്കിയുള്ളവരെക്കാൾ വലിയ ബറക്കത്തും പുരോഗതിയും ഐശ്വര്യവും ലഭിച്ചവരാണ് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഈ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖദിംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. ഞാൻ 10 വർഷക്കാലം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു. ആ 10 വർഷക്കാലത്തെ ഖിദ്മത്ത് ജീവിതത്തിനിടയിൽ ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച്, എൻ്റെ അനസെ എന്തിനാണ് അങ്ങ് അങ്ങനെ ചെയ്തത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച്, എന്താണ് അനസെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ, എന്താ നിങ്ങൾ ചെയ്യാതിരുന്നത് എന്ന ചോദ്യവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 18 വയസ്സാണ്. അനസ് തങ്ങൾക്ക് 18 വയസ്സാകുമ്പോഴാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വഫാത്താകുന്നത്. അപ്പൊ ചെറിയ പ്രായത്തിൽ, തന്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അനസ് റളിയല്ലാഹു അൻഹു ആരെ കൂടെ കൂടിയിട്ടുണ്ട്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചെറിയ പ്രായത്തിൽ തങ്ങളെ ഖാദിമായി കൂടെ കൂടി. ഒരുപാട് പോരായ്മകളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. അതൊന്നും വരാതെ വളരെ നല്ല രീതിയിൽ തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആ ഒരു സ്നേഹം കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തു സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ചെറിയ കുട്ടിയായിരുന്നിട്ട് പോലും അനസ് റളിയല്ലാഹു അൻഹുവിനെ എന്തു വലിയ സ്നേഹത്തോടുകൂടെയാണ്, വാത്സല്യത്തോടുകൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയിരുന്നത്, പെരുമാറിയിരുന്നത്. ഇങ്ങനെ നമ്മളെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും, നമ്മുടെ പാർട്ട്ണർമാർക്കും, നമ്മുടെ തൊഴിലാളികൾക്കും
നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ സാധിക്കണം. എന്ത് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അനസ് റളിയല്ലാഹു അൻഹുവിനിക്ക് തൻ്റെ വഫാത്തിന്റെ തൊട്ടു മുമ്പ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. യാ അനസ്, ഓ എൻ്റെ അനസേ, നിങ്ങൾ ഒരുപാട് വർഷക്കാലം എനിക്ക് ഖിദ്മത്ത് ചെയ്തു. ഇനി നമ്മൾ പിരിയുകയാണ്, മറ്റൊരു ലോകത്തേക്ക് ഞാൻ പോവുകയാണ്. ഈ അവസാന സമയത്ത്, ഈ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ എനിക്ക് അങ്ങേക്ക് നൽകാനുള്ള ഒരേ ഒരു ഉപദേശം, ഇൻ ഖദർതാൻ തുസ്ബിഹ വതുംസിയ വലൈസ ഫീ ഖൽബിക ഗിശ്ശുൽ ലിഹദ് ഫഫ്അൽ. രാവിലെ വിരിപ്പിൽ നിന്ന് എണീക്കുന്ന സമയത്തും രാത്രി വിരിപ്പിലേക്ക് പോകുന്ന സമയത്തും ലോകത്തൊരാളോടും വെറുപ്പും വിദ്വേഷവും മുൻവിധിയും ഒന്നുമില്ലാത്ത നല്ല ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ, സാധിക്കുമെങ്കിൽ ഫഫ്അൽ, നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. വർത്തമാന കാലത്ത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പഠിതാക്കളോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇതായിരിക്കണം നമ്മുടെയും നിലപാട്. രാത്രി വിരിപ്പിലേക്ക് കടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ലോകത്ത് ഒരാളോടും വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ലാത്ത നല്ല ഒരു മനസ്സ്, രാവിലെ എണീക്കുന്ന സമയത്തും അതുപോലെ ശുദ്ധമായൊരു മനസ്സ്, അങ്ങനെ നല്ല മനസ്സിൻ്റെ ഉടമകളായി നമുക്ക് മാറാൻ പറ്റണം. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ വെച്ച് ഏറ്റവും നല്ല ആളുകൾ അഹ്സനുക്കും ഖുൽഖ, നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ്. അപ്പൊ നമ്മുടെ സ്വഭാവത്തിലാണ് നമ്മുടെ ക്വാളിറ്റി. നമ്മുടെ ക്വാളിറ്റിയെ, നമ്മുടെ വിലയെ, നമ്മെ അളക്കുന്നത്, നമ്മെ തിട്ടപ്പെടുത്തുന്നത് നമ്മുടെ സ്വഭാവത്തിലൂടെയാണ് എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. നമ്മുടെ പെരുമാറ്റം വീട്ടുകാരോട്, കുടുംബക്കാരോട്, മക്കളോട്, ഭാര്യയോട്, മാതാപിതാക്കളോട്, ഉസ്താദുമാരോട്, ശിഷ്യന്മാരോട്, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ മുകളിലും താഴെയുമൊക്കെയുള്ള ആളുകളോട്, എല്ലാവരോടും ഏറ്റവും നല്ല പെരുമാനത്തിൻ്റെ, ഏറ്റവും നല്ല സഹവർത്തിത്വത്തിൻ്റെ ആളുകളായി നമ്മൾ മാറണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് നമുക്ക് കാണിച്ചു തന്നത്, പഠിപ്പിച്ചു തന്നത്. ആ സ്വഭാവത്തെ, ആ ശൈലിയെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ദൈനംദിന നമ്മുടെ കാര്യങ്ങളിലേക്ക്, കർമ്മങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. യജമാനനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. സയ്യിദത്തുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നാൽ 5 കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഒന്ന്, വീട്ടിലെ ബക്കറ്റിൽ വെള്ളം ശേഖരിച്ചു വെച്ചത് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോവുകയും അതിൽ വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ അത് വെക്കുകയും ചെയ്യും എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. രണ്ടാമതായി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നാൽ ആടിനെ കറക്കുമായിരുന്നു, പാല് കറന്നിട്ട് എന്നെ കുടിപ്പിക്കുമായിരുന്നു എന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നാൽ പൊട്ടിയ ചെരുപ്പുകളും വസ്ത്രങ്ങളും ഒക്കെ തുന്നിച്ചേർക്കാറുണ്ടായിരുന്നു. അതോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടും പരിസരവും അടിച്ചു വാരാറുണ്ടായിരുന്നു. ബാങ്ക് കൊടുത്താൽ ഉടനെ പള്ളിയിലേക്ക് പോകുമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ തൻ്റെ ഭാര്യയോട്, വീട്ടുകാരോട് പോലും ഏറ്റവും നല്ല രൂപത്തിലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയിരുന്നത്, സഹവർത്തിച്ചിരുന്നത്. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതവും മെച്ചപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പഠന സബര്യ ഇൻഷാ അള്ളാഹ് 1-2 ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കുകയാണ്. അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ മാറ്റം ഉണ്ടാകുന്ന രീതിയിൽ അള്ളാഹു ഈ സദസ്സ് കബൂൽ ചെയ്യട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊക്കെയും അള്ളാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ഈ ക്ലാസ് കേൾക്കുന്ന പഠിതാക്കളിൽ ഓരോരുത്തരുടെയും മനസ്സിലെ വിഷമങ്ങൾ, ടെൻഷനുകൾ, പ്രയാസങ്ങൾ എല്ലാം അല്ലാഹു തആല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീക്കി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.